നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമ്മൾ റിഫ്രഷിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നവരാണ്. ഈ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു നീഡിലോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നോർമലി നമ്മൾ ഈ ഒരു സീൽഡ് ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ സീൽ ഉണ്ടാവും. അത് നമ്മൾ എടുത്ത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ക്ലോക്ക് വൈസിലാവുന്ന ടൈറ്റൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൽ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് കണ്ണിലേക്ക് ഉറ്റിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളുടെ ഈ ഒരു ലോവർ ലിഡ്, ഈ ഒരു താഴത്തെ പോളെ ഇങ്ങനെ താഴേക്ക് താഴ്ത്തിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഉറ്റിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ സെൻട്രൽ ഉറ്റിച്ച് റബ്ബ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അത് ഓട്ടോമാറ്റിക്കലി കണ്ണിൻ്റെ എല്ലാ പോർഷനിലേക്കും എത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ ഇപ്പോൾ ഒരു റീഫ്രഷിങ് ടീയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് മെയിനായിട്ടും ഇത് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മളൊരു ഡ്രോപ്സ് വാങ്ങിയിട്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അതായത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കും. ചിലപ്പോൾ 2 years 3 years ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐ ഡ്രോപ്സിൻ്റെ ഒക്കെ ഷെൽ ലൈഫ് എന്ന് പറയുന്നത് 1 month ആണ്. അത് പെർട്ടിക്കുലർ മെഡിസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, അത് അതിൻ്റെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ മെഡിസിനും കീപ്പ് ചെയ്യേണ്ട സെപ്പറേറ്റ് കീപ്പ് ചെയ്യേണ്ട അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ചിലത് നമ്മൾ പുറത്ത് കീപ്പ് ചെയ്യേണ്ടതായിരിക്കും. ചില റെഗുലർ മെഡിസിൻസ് നമ്മൾ കൂൾ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലൊക്കെ കീപ്പ് ചെയ്യേണ്ട മെഡിസിൻസ് ആയിട്ടുണ്ടാവും. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്ന മെഡിസിൻ മറ്റൊരാൾ സെയിം ഡ്രോപ്പ് തന്നെ വെച്ചുറ്റിക്കുക, കണ്ണിൽ മുട്ടിച്ചുറ്റിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ ഓപ്പൺ ചെയ്ത മെഡിസിൻ നമ്മൾ 1 month മേലെ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നമുക്ക് കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഈ ഒരു മെഡിസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ നമ്മളെ വിഷൻ ലോസ് വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഡ്രോപ്സ് നമ്മൾ എപ്പോഴും ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ പർച്ചേസ് ചെയ്യുക. എന്തെങ്കിലും അതിൽ നമുക്കൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ടാമത് നമ്മളത് കൺസൾട്ട് ചെയ്തിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യുക.